യൂണിവേഴ്സിറ്റികളൊന്നും ആപ്ലിക്കേഷൻ ഫീസ് മേടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കാശ് ചിലവൊന്നുമില്ല. ഒരു യൂണിവേഴ്സിറ്റിയിലെ ഓഫർ മേടിച്ചു വെക്കുക. ഇപ്പം മിക്കവാറും കുട്ടികളൊക്കെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലത്തെ MBBSന്റെ ഒരു കൗൺസിലിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്കപ്പായിട്ട് ഒരു ഓഫർ ലെറ്റർ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻ കേസ് ഇന്ത്യയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് പോയിട്ടാണെങ്കിലും MBBS പഠിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ പഠിപ്പിച്ച് കിട്ടാനും വഴിയുണ്ട്, മാർക്കൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിനോട് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഈ വിസ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം വിസ പ്രോസസ്സിന് ഒരു 3 മാസത്തോളം സമയം എടുക്കും. മിക്ക രാജ്യങ്ങളിലും ഇവിടെ ഇംഗ്ലീഷ് സംസാര ഭാഷയായിട്ടുള്ള രാജ്യങ്ങളല്ല, എല്ലായിടത്തും അവരവരുടെ ഭാഷകളാണ്. ഇപ്പോൾ ജോർജിയയിലാണെങ്കിൽ ജോർജിയനാണ്, ഉസ്ബെക്കിലാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ അവരുടെ ഭാഷയാണ്, റഷ്യയിലാണെങ്കിൽ റഷ്യൻ ഭാഷ, ചൈനയിലാണെങ്കിൽ മാൻഡറിൻ. അങ്ങനെ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ട് ഭാഷകളുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഈ എല്ലാം നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. നോർത്തിലൊക്കെ ഹിന്ദിയിലും കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾ ബേസിക്കലി അവർക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് ഓബിയസ്ലി അവരുടെ ഭാഷയിൽ സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പൊ ഇതെല്ലാം അവരുടെ ഭാഷയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ഈ പ്രോസസ്സൊക്കെ ടൈം എടുക്കാവുന്ന പ്രോസസ്സുകളാണ്. അപ്പം നമ്മൾ ഇന്ത്യയിലത്തെ എല്ലാം ലാസ്റ്റ് ഓപ്ഷൻ വരെ വെയിറ്റ് ചെയ്ത് അത് കിട്ടാണ്ടായി കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് വന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നന്നായിരുന്നു.